ഒരു ചെറിയ ന്യൂനത അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴേക്കും ഞാൻ പരാജയപ്പെട്ടു പോയി എന്ന് പലപ്പോഴും ചിന്തിക്കുക. നമ്മുടെ പരിധിയിൽ നിൽക്കാത്ത കാര്യങ്ങൾ പോലും നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുക. സ്നേഹമുള്ളവരെ, മനസ്സും മനഃശാസ്ത്രവും എന്ന എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മുടെ സെൽഫ് എൻഹാൻസ്മെൻറ്റിന് നമ്മളെ സഹായിക്കുന്ന കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയെ പറ്റിയാണ് നിങ്ങളുമായി പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. ആരൻ ബക്ക് എന്ന അമേരിക്കൻ സൈക്കാട്രിസ്റ്റും മനഃശാസ്ത്രജ്ഞനുമാണ്. അദ്ദേഹമാണ് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അവതരിപ്പിച്ചത്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു മനഃശാസ്ത്ര ചികിത്സയാണ് CBT അഥവാ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. വളരെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൈക്കോതെറാപ്പിയാണ് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഫീച്ചേഴ്സ് നിങ്ങളുമായി ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പലരും ക്ലിനിക്കിൽ വരുമ്പോൾ അവർ പറയുന്ന ഒരു സംഗതിയുണ്ട്. ജീവിതം വളരെ നിരാശയിൽ പോകുന്നു, ഒന്നും വിജയിക്കുന്നില്ല, പലപ്പോഴും ഞാൻ ജീവിതത്തിൽ പരാജയമാണ്, ജീവിതത്തിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കണമെന്ന് വാശി പിടിക്കുന്ന ചില തരത്തിലുള്ള സംഭാഷണങ്ങൾ പലപ്പോഴും ക്ലിനിക്കിൽ വരുമ്പോൾ കേൾക്കാറുണ്ട്. ആരൻ ബക്ക് എന്ന സൈക്കാട്രിസ്റ്റ് വിഷാദ രോഗികളെ ചികിത്സിച്ചപ്പോൾ അവർക്ക് ആൻറ്റി ഡിപ്രസൻസ് എല്ലാം കൊടുത്ത് അവരുടെ വിഷാദ രോഗം പരിഹരിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഒരുപാട് രോഗികളിൽ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തപ്പോൾ കാണുകയാണ് അവരുടെ തിങ്കിങ് പാറ്റേൺ, ചിന്താ വൈകല്യങ്ങൾ ഓരോരുത്തരിലുമുണ്ട്. അതിനെ അദ്ദേഹം വിളിച്ചു വിഷാദ രോഗം എന്ന് പറയുന്നത് ഒരു മൂഡ് ഡിസോർഡർ ഗണത്തിൽപ്പെടുന്ന ഒരു രോഗം കൂടി മാത്രമല്ല, അതൊരു കൊഗ്നിറ്റീവ് ഡിസോർഡർ കൂടിയാണ് എന്ന് അദ്ദേഹം സമർത്ഥിച്ചു. അപ്പോൾ ഈ കൊഗ്നിറ്റീവ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ഫോൾട്ടി കൊഗ്നീഷൻ എന്ന് പറയും കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയുടെ ഭാഷയിൽ. തെറ്റായ ചിന്താ നിലകൾ, ഫോൾട്ടി കൊഗ്നീഷൻ അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ഡിസോർഷൻസ് എന്ന് പറയും. പൊതുവായി മനുഷ്യർ പ്രത്യേകിച്ച് ക്ലിനിക്കൽ സെറ്റിങ്ങിലൊക്കെ കാണുന്ന ഏതാനും കൊഗ്നിറ്റീവ് ഡിസോർഷൻസ് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ഒരു കൊഗ്നിറ്റീവ് ഡിസോർഷൻ എന്ന് പറയുന്നത് ഓൾ ഓർ നത്തിങ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എല്ലാം പെർഫെക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ ജീവിതത്തിൽ ഞാൻ ഒരു പരാജയമാണ്. പലരും അത് ചിന്തിക്കുന്നൊരു അങ്ങനെ അപ്രകാരം മുന്നോട്ട് പോകുന്നവരാണ്. എല്ലാം പെർഫെക്റ്റായിട്ട് നടക്കണമെന്ന് വാശി പിടിക്കുന്ന ഒരു ചെറിയ ന്യൂനത അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴേക്കും ഞാൻ പരാജയപ്പെട്ടു പോയി എന്ന് പലപ്പോഴും ചിന്തിക്കുക. രണ്ടാമത്തെ ഒരു ഫോൾട്ടി കൊഗ്നീഷനായിട്ട് പലപ്പോഴും ഒരു ഓവർ ജനറലൈസേഷൻ. എല്ലാം എനിക്ക് ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ പോലും അത് മറ്റുള്ളവരുമായിട്ട് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരെ ആട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു തരം, അല്ലെങ്കിൽ ഒരു മൈൻഡ് റീഡിങ് എന്ന് പറയും. ഒരാൾ നമ്മളെ കണ്ട് ചിരിച്ചില്ല, അപ്പോൾ ആൾ എന്നെ മൈൻഡ് ചെയ്തില്ല എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകുക. പലപ്പോഴും അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഒരു കോഗ്നിറ്റീവ് ഡിസോർഷനാണ് എക്സ്പെക്റ്റ് ചെയ്യുക ജീവിതത്തിൽ പലപ്പോഴും വേഴ്സ് കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ എന്ന്. അതിന് പലപ്പോഴും നമ്മൾ പറയുന്നത് ഒരു കാറ്റസ്ട്രോഫിക് തിങ്കിങ് എന്ന് പറയും. വേഴ്സായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. വേറെ ഒരു പേഴ്സണലൈസേഷൻ എന്ന് പറയും. നമ്മുടെ പരിധിയിൽ നിൽക്കാത്ത കാര്യങ്ങൾ പോലും നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുക. അടുത്തതായിട്ട് നമ്മൾ കാണുന്ന ഒരു കോഗ്നിറ്റീവ് ഡിസോർഷൻ ഷുഡ് ഐ ഡു, ഞാനത് എനിക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഞാനൊരു പരാജയമാണ്, ഞാൻ ഷുഡ്. മൂന്നാമത് വേറെ ഒരു തലത്തിൽ നമ്മൾ പോകുമ്പോൾ പലപ്പോഴും ആൾക്കാർ ചിന്തിക്കാറുണ്ട് ഞാൻ വളരെ ആൻഷ്യസ് ആണ്, ഐ ഫീൽ സോ ആൻഷ്യസ്. കാരണം അദ്ദേഹം ചിന്തിക്കുകയാണ് എനിക്കൊരിക്കലും ഞാൻ ആൻഷ്യസ് ആവാനായിട്ട് പാടില്ല, ഞാൻ വളരെ പെർഫെക്റ്റായിട്ട് നടക്കണം. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഫോൾട്ടി കൊഗ്നീഷൻസ്, തെറ്റായ ചിന്താ നിലകൾ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് പലപ്പോഴും വിഷാദ രോഗത്തിൽ നമ്മൾ പറയുന്നുണ്ട് ഈ ഫോൾട്ടി കൊഗ്നീഷൻസിന് കൂടെ ഒരു CBT കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിലൂടെ നമ്മളത് മാറ്റിയെടുക്കുമ്പോഴാണ് പെർഫെക്റ്റായിട്ട് നമ്മൾ സുഖം പ്രാപിക്കുന്നത്.
നമ്മൾ കുറച്ചും കൂടി ഫ്രീഡം അനുഭവിക്കുന്നത്. ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയുടെ ഒരു ഫൗണ്ടേഷൻ ഞാൻ നിങ്ങളുടെ മുൻപിൽ ഈ ഒരു അവസരത്തിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതൊരു സർക്കിളാണ്. ആദ്യം വരുന്നത് ഒരു തോട്ടാണ് നമ്മുടെ ഉള്ളിൽ. തോട്ട്, ഈ തോട്ടിൽ നിന്നാണ് ഫീലിംഗ് വരുന്നത്. ഈ ഫീലിങ്ങിൽ നിന്നാണ് നമ്മുടെ ഫിസിക്കൽ സിംറ്റം, ഫിസിക്കൽ റിയാക്ഷൻ വരുന്നത്. അതിൽ നിന്നാണ് നമ്മുടെ ബിഹേവിയർ വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം, ഈ തോട്ട് പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഫീലിംഗ് പോസിറ്റീവ് ആയിരിക്കും, നമ്മുടെ ഫിസിക്കൽ സിംറ്റം റിയാക്ഷൻ പോസിറ്റീവ് ആയിരിക്കും, നമ്മുടെ പെരുമാറ്റം പോസിറ്റീവ് ആയിരിക്കും. തോട്ട് നെഗറ്റീവ് ആണെങ്കിലോ ഫീലിംഗ് നെഗറ്റീവ് ആയിരിക്കും, നമ്മുടെ ശാരീരിക സിംറ്റംസും റിയാക്ഷൻസും നെഗറ്റീവ് ആയിരിക്കും, ബിഹേവിയർ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ തോട്ട് പ്രോസസ്സിനെ പോസിറ്റീവ് ആക്കുക. ആ പ്രോസസ്സിൽ നമ്മുടെ ഈ ഫോൾട്ടി കോഗ്നീഷൻസ്, ഞാൻ മുൻപ് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ച ഇത്തരം ചിന്തകളെ നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് ഒരു തെറപ്പിസ്റ്റിൻ്റെ സഹായം പലപ്പോഴും ഇതിൽ നമുക്ക്, ഒരു ട്രെയിൻഡ് തെറപ്പിസ്റ്റിൻ്റെ സഹായം നമുക്ക് പലപ്പോഴും ആവശ്യമായിട്ട് വരാറുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഈ വ്യക്തിയിലുള്ള ഒരു ഫോൾട്ടി കോഗ്നീഷൻ? ആ ഫോൾട്ടി കോഗ്നീഷൻ നമ്മൾ ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് അയാളെ ആ ചലഞ്ച് ചെയ്തതിനെ ഒരു ബാലൻസ്ഡ് ആക്കി ജീവിതത്തെ കാണുക, അവെയർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. നാലാമത്തെ ഒരു ഘട്ടത്തിൽ ഒരു ആക്ഷൻ പ്ലാനിലേക്കും അത് റിപ്പീറ്റഡ് ആക്ഷൻ പ്ലാനിലേക്കും വരിക എന്നുള്ളതാണ്. വളരെ ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണത്. നമുക്കത് വിഷാദ രോഗത്തിൽ, ആൻസൈറ്റി ഡിസോർഡേഴ്സ്, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, പെയിൻ ഡിസോർഡേഴ്സ്, ക്രോണിക് പെയിൻ എപ്പിസോഡ്, ഇതിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. ഒരുപാട് ഫോൾട്ടി കോഗ്നീഷൻസൊക്കെ പലരും അവരുടെ മനസ്സുകളിൽ കൊണ്ട് അതിനൊരു മനഃശാസ്ത്രപരമായ ഒരു സൈക്കോ തെറാപ്പിക്ക് വിധേയമാക്കാത്തത് കൊണ്ട് പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു ജനം നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളുണ്ടെങ്കിൽ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള, പ്രൊഫഷണൽ ആയിട്ടുള്ള സൈക്കോളജിസ്റ്റിനെ കാണുകയും ഈ CBT ബേസ്ഡ് ആയിട്ടുള്ള സൈക്കോ തെറാപ്പി എടുക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതം വളരെ സുഗമമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യം വളരെ സത്യമാണ്.